Now we'll see another method used for interpolation. Next നമ്മൾ കാണാൻ പോകുന്ന മെത്തേഡാണ് ന്യൂട്ടൺസ് ഡിവൈഡ് ഡിഫറൻസ് മെത്തേഡ് എന്ന് പറയുന്നത്. നമ്മൾ തൊട്ട് മുമ്പ് കണ്ട മെത്തേഡായിരുന്നു ലഗ്രാഞ്ചേസ് ഇന്റർപൊളേഷൻ മെത്തേഡ്. ലഗ്രാഞ്ചേസ് ഇന്റർപൊളേഷൻ മെത്തേഡിന്റെ ഒരു മെയിൻ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ n+1 പോയിന്റ്സ് എന്ന് വിചാരിക്കാം. x1 x2 എക്സെട്ര xn എന്ന് പറയുന്ന n+1 പോയിന്റ്സ് എന്ന് കഴിഞ്ഞാൽ നമ്മൾ ഫിക്സ് ചെയ്യുന്ന പോളിനോമിയൽ എന്ന് പറയുന്നത് ln(x) will be always an nth degree polynomial. 3 പോയിന്റ്സ് തന്നു കഴിഞ്ഞാൽ x0 x1 x2 ഇങ്ങനെ 3 പോയിന്റ്സ് തന്നു കഴിഞ്ഞാൽ അത് ഈവൻ ഒരു സ്ട്രേറ്റ് ലൈനിന്റെ മേലെ കിടക്കുകയാണെങ്കിലും നമ്മൾ ലഗ്രാഞ്ചസ് മെത്തേഡാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ വാട്ട് വിൽ ഫിക്സ് ഇസ് ആൻ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ L2x ആണ് ഫിക്സ് ചെയ്യുക. ഒരു പാരാബോളിക് ഇക്വേഷൻ അല്ലെങ്കിൽ ഒരു എലിപ്റ്റിക് ഇക്വേഷൻ ആണല്ലോ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്ന് പറയുമ്പോൾ പോളിനോമിയൽ ആയതുകൊണ്ട്. അപ്പൊ അതുകൊണ്ട് അത് സ്ട്രേറ്റ് ലൈൻ ആണെങ്കിലും നമ്മൾ അതിനെ ഒരു പാരാബോള വെച്ചിട്ടാണ് അപ്രോക്സിമേറ്റ് ചെയ്യാൻ നോക്കുന്നത്. അതാണ് അതിന്റെ ഒരു മെയിൻ ഡ്രോബാക്ക്. അപ്പൊ അതിലേക്ക് നമ്മൾ ഒരു എക്സ്ട്രാ പോയിന്റ് ആഡ് ചെയ്യുന്നത് x0 x1 x2 x3 ആഡ് ചെയ്യുകയാണെങ്കിൽ 4 പോയിന്റ്സ് ആക്കുകയാണെങ്കിൽ നമ്മൾ രണ്ടാമതും ഈ ഫോർമുല കംപ്ലീറ്റ് റീകാൽക്കുലേറ്റ് ചെയ്തിട്ട് ഒരു തേർഡ് ഡിഗ്രി പോളിനോമിയൽ L3x ഫിക്സ് ചെയ്യും. അങ്ങനെ ഒരു എക്സ്ട്രാ ഡാറ്റ പോയിന്റ്സ് ആഡ് ചെയ്യുമ്പോൾ ലഗ്രാഞ്ചസ് പോളിനോമിയൽ നമ്മൾ ഇതുവരെ ചെയ്ത് വയ്ക്കുന്ന പോയിന്റ്സിന്റെ ഇടയ്ക്കാണ് ആഡ് ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ 1 2 3 എന്ന് പറഞ്ഞ പോയിന്റിന്റെ ഇടയ്ക്ക് നമ്മൾ ഒരു 1.5 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് വിൽ ഹാപ്പൻ ഇസ് നമ്മൾ ഫിക്സ് ചെയ്യുന്ന പോളിനോമിയലിന്റെ ഡിഗ്രി വരെ മാറി. സോ ഫോർമുല ഹാസ് ടു ബി റീകാൽക്കുലേറ്റഡ്. ഓക്കെ, അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്ട്രേറ്റ് ലൈൻ ആണ്, സ്ട്രേറ്റ് ലൈനിന്റെ മേലെ കിടക്കുന്ന 3 പോയിന്റ്സ് ആണെങ്കിലും അതിലൂടെ പാസ് ചെയ്യുന്ന പാരാബോളയാണ് അല്ലെങ്കിൽ ഒരു ഹൈപ്പർബോളയൊക്കെയാണ് ലഗ്രാഞ്ച് പോളിനോമിയൽ ഫിറ്റ് ചെയ്യാൻ നോക്കുക. ന്യൂട്ടൺസ് മെത്തേഡിന്റെ ഒരു പ്രത്യേകത അതിന്റെ ഡിഗ്രി ഈ പോയിന്റ്സിന്റെ ബിഹേവിയർ അനുസരിച്ച് അഡ്ജസ്റ്റഡ് ആയിക്കോളും. ഓക്കെ, ആൻഡ് അതേപോലെ ഈ കാൽക്കുലേഷനിലും ന്യൂട്ടൺസ് മെത്തേഡാണ് കൂടുതൽ എളുപ്പമുണ്ടാകും. കാൽക്കുലേറ്റ് ചെയ്യാൻ വളരെ ഈസി ആയിരിക്കും കമ്പയർഡ് ടു ലഗ്രാഞ്ച് പോളിനോമിയൽ. കാരണം n പോയിന്റ്സ് എന്ന് കഴിഞ്ഞാൽ അല്ല n+1 പോയിന്റ്സ് എന്ന് കഴിഞ്ഞാൽ നമ്മൾ nth ഡിഗ്രി പോളിനോമിയൽ ഫിറ്റ് ചെയ്യണമെങ്കിൽ ഒരുപാട് ഇക്വേഷൻസ്, ഒരുപാട് വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരുന്നുണ്ട്. അപ്പൊ അതും നമുക്ക് ന്യൂട്ടൺസ് മെത്തേഡിൽ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. കാൽക്കുലേഷൻ ഈസ് വെരി സിമ്പിൾ. ന്യൂട്ടൺ ഡിവൈഡഡ് ഡിഫറൻസ് ഫോർമുല എന്ന് പറയുന്നത് f(x)നെ നമ്മൾ ഒരു പോളിനോമിയൽ വെച്ച് അപ്രോക്സിമേറ്റ് ചെയ്യും. ആ പോളിനോമിയൽ ഇങ്ങനെ ഉണ്ടാവും f0. അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന പോയിന്റ്സ് x0 x1 x2 എക്സെട്ര xn ആണ്. x0ലുള്ള ഫംഗ്ഷന്റെ വാല്യൂ f(x0) നമ്മൾ f0 എന്ന് വിളിക്കും, f(x1) f1 എന്ന് വിളിക്കും, ആൻഡ് ദിസ് ഇസ് കോൾഡ് f2 എക്സെട്ര ദിസ് ഇസ് കോൾഡ് fn. അത് ഉപയോഗിച്ചിട്ടുള്ള ഡിവൈഡഡ് ഡിഫറൻസ് ഫോർമുല എന്ന് പറയുന്നത് f(x) is approximately equal to this polynomial, Newton's divided difference polynomial ആണിത്. f0 plus x minus x0 into f x0 x1 plus this is a notation, we'll explain this later, plus x minus x0 into x minus x1 into f x0 x1 x2 plus next term will be x minus x0 into x minus x1 into x minus x2 into f x0 x1 x2 x3 plus etc. plus the last term will be x minus x0 into x minus x1 into etc. into x minus xn minus 1 f x0 x1 x2 etc. xn. ഇതിൽ ലാസ്റ്റ് ടേം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് ഓഫ് ഡിഗ്രി n. പക്ഷേ ഇവിടെ നമ്മൾ ഈവൻ ദോ ദിസ് പോളിനോമിയൽ ഹാസ് the highest term of degree n, this can be 0, right? So ഈ ക്വാണ്ടിറ്റി ചിലപ്പോഴൊക്കെ 0 ആയി പോകും. This quantities will become smaller and smaller and can be 0 also. അപ്പോൾ അതുകൊണ്ടാണ് ഇതിന്റെ പോളിനോമിയലിന്റെ ഡിഗ്രി നമ്മൾ ന്യൂട്ടൺസ് പോളിനോമിയൽ എടുക്കുന്ന സമയത്ത് അഡ്ജസ്റ്റഡ് ആണെന്ന് പറയുന്നത്. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന നൊട്ടേഷൻസിന്റെ എക്സ്പ്ലനേഷൻ ആണ് എഴുതിയിരിക്കുന്നത്. x0 f0 x1 f1 x2 f2 എക്സെട്ര. ഡാറ്റ പോയിന്റ്സ് ആണ്, ഇൻപുട്സും അതിന്റെ കറസ്പോണ്ടിങ് ഔട്ട്പുട്സും. ആൻഡ് fx0 x1 x2 etc. xk are called divided differences. ഈ ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിവൈഡഡ് ഡിഫറൻസസ് എന്ന്. അതെന്താന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ആൻഡ് ഇവിടെ പോയിന്റ്സ് ഈക്വലി സ്പേസ്ഡ് ആയിക്കൊള്ളുന്നില്ല. അതായത് x0 x1 തമ്മിലുള്ള ഗ്യാപ്പ് 1 ആണെങ്കിൽ x1 x2 തമ്മിലുള്ള ഗ്യാപ്പ് 0.5 ആവുന്നതിനും കുഴപ്പമില്ല ഡിവൈഡഡ് ഡിഫറൻസ് മെത്തേഡിൽ. ഇതിന്റെ തന്നെ മോഡിഫിക്കേഷൻസ് ആണ് ന്യൂട്ടൺസ് ഫോർവേഡ് ഡിഫറൻസ് ഫോർമുലയും ന്യൂട്ടൺസ് ബാക്ക്വേർഡ് ഡിഫറൻസ് ഫോർമുലയും. ആ രണ്ട് മെത്തേഡ്സിലും നമ്മൾ ഈക്വലി സ്പേസ്ഡ് പോയിന്റ്സ് ആണ് എടുക്കുക. അതായത് പോയിന്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് x0 x1 തമ്മിലുള്ള ഗ്യാപ്പ് 1 ആണെങ്കിൽ x1 x2 തമ്മിലുള്ളതും 1 ആയിരിക്കും, ആൻഡ് സോ ഓൺ. ഓക്കെ, നൗ ലെറ്റ് us see what are divided differences. Divided differences are quotients of differences of certain values. Output difference divided by input difference ഡിവൈഡ് ചെയ്തിട്ടാണ് ഈ ഡിവൈഡഡ് ഡിഫറൻസ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഫസ്റ്റ് ഓർഡർ ഡിവൈഡഡ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ f(x0 x1) എടുക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം f ന്റെ x1ലുള്ള വാല്യൂ, അതായത് f(x1) ആണ് നമ്മൾ f1 എന്ന് വിളിക്കുന്നത്.
So f of x1 minus f of x naught divided by x1 minus x naught. അതായത് ഇമേജ് വാല്യൂസിന്റെ ഡിഫറൻസിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാം? ഇൻപുട്ട് വാല്യൂസ് കൊണ്ട് അതിന്റെ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ എഫ് ഓഫ് എക്സ് ടു എക്സ് ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ഓഫ് എക്സ് ത്രീ മൈനസ് എഫ് ഓഫ് എക്സ് ടു ഡിവൈഡഡ് ബൈ എക്സ് ത്രീ മൈനസ് എക്സ് ടു ആണ് വരിക. ഓക്കെ, ഇൻ ജനറൽ എഫ് എക്സ് കെ പ്ലസ് വൺ എന്ന് പറയുമ്പോൾ എഫ് കെ പ്ലസ് വൺ, അതായത് എഫിന്റെ എക്സ് കെ പ്ലസ് വണ്ണിലുള്ള വാല്യൂ കെ പ്ലസ് വൺത്തെ വാല്യൂ മൈനസ് എഫ് കെ ഡിവൈഡഡ് ബൈ കെ പ്ലസ് വൺ മൈനസ് എക്സ് കെ എന്നാണ് വരിക. സോ ദിസ് ഇസ് കോൾഡ് ഫസ്റ്റ് ഡിവൈഡഡ് ഡിഫറൻസ് വിച്ച് അപ്പിയർ ഇൻ ദി ഫോർമുല ഹിയർ. ഇവിടെ നമ്മൾ എക്സ് നോട്ട് എക്സ് വണ്ണിലുള്ളത് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ, ബാക്കിയുള്ള എക്സ് ടു എക്സ് ത്രീ അങ്ങനെ ഒന്നും വേണ്ട ആവശ്യമില്ല. സെക്കൻഡ് ഓർഡർ ഡിവൈഡഡ് ഡിഫറൻസസ് എന്ന് പറഞ്ഞാൽ ഇവിടെ മൂന്ന് പോയിന്റ്സ് വരും, മൂന്ന് ഇൻപുട്ട് പോയിന്റ്സ് വരും. എഫ് എക്സ് നോട്ട് എക്സ് വൺ എക്സ് ടു, ദിസ് ഇസ് ഡിഫൈൻഡ് ആസ് ദ ഫസ്റ്റ് ഓർഡർ ഡിഫറൻസസിന്റെ ഡിഫറൻസ് ആണ്. അതായത് എഫ് എക്സ് വൺ എക്സ് ടു എന്ന് പറയുന്ന ഫസ്റ്റ് ഓർഡർ ഡിവൈഡഡ് ഡിഫറൻസ് മൈനസ് എഫ് എക്സ് നോട്ട് എക്സ് ടു എന്ന് പറയുന്ന, ആദ്യം നമ്മൾ എക്സ് വൺ എക്സ് ടു എന്ന് പറയുന്ന രണ്ട് പോയിന്റ്സ് എടുക്കും, അതിന്റെ ഡിവൈഡഡ് ഡിഫറൻസ് മൈനസ് എഫ് എക്സ് നോട്ട് എക്സ് വൺ, ആ ഡിവൈഡഡ് ഡിഫറൻസ് ഡിവൈഡഡ് ബൈ ദ ടോട്ടൽ ഡിഫറൻസ് ഇൻ ദി ഇൻപുട്സ്. അപ്പൊ എക്സ് നോട്ട് നിന്ന് എക്സ് ടു വരെയാണ് എത്തിയിരിക്കുന്നത്, അപ്പൊ എക്സ് ടു മൈനസ് എക്സ് നോട്ട് ആണ് ഡിനോമിനേറ്ററിൽ വരുന്നത്. ഓക്കെ, നൗ എഫ് എക്സ് കെ പ്ലസ് വൺ എക്സ് കെ പ്ലസ് ടു, ഇങ്ങനെ കൺസിക്യൂട്ടീവ് ആയിട്ടുള്ള ഏത് മൂന്ന് വാല്യൂസിനും നമുക്ക് ഡിവൈഡഡ് ഡിഫറൻസസ് ഒക്കെ സെക്കൻഡ് ഓർഡർ ഡിവൈഡഡ് ഡിഫറൻസസ് ഡിഫൈൻ ചെയ്യാൻ പറ്റും. എഫ് എക്സ് വൺ എക്സ് കെ പ്ലസ് വൺ എക്സ് കെ പ്ലസ് ടു എന്ന് പറയുന്നത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എഫ് എക്സ് കെ പ്ലസ് ടു ഓർഡർ ഡിവൈഡഡ് ഡിഫറൻസ് മൈനസ് എഫ് എക്സ് കെ പ്ലസ് വൺ എടുക്കുക. അതായത് ദാറ്റ്സ് അഗെയിൻ എ ഫസ്റ്റ് ഓർഡർ ഡിവൈഡഡ് ഡിഫറൻസ് ഡിവൈഡഡ് ബൈ ദ ഗ്യാപ്പ് ബിറ്റ്വീൻ ദീസ് ടു. എക്സ് കെ എന്ന് എക്സ് കെ പ്ലസ് ടുവിലേക്കുള്ള ഡിഫറൻസ്, അതാണ് എക്സ് കെ പ്ലസ് ടു മൈനസ് എക്സ് കെ എന്ന് എഴുതുന്നത്. ദിസ് ഇസ് ഹൗ we define the second order divided difference. തേർഡ് ഓർഡറും ഫോർത്ത് ഓർഡറും എല്ലാം നമുക്ക് ഡിഫൈൻ ചെയ്യാം. ഇൻ പെർട്ടിക്കുലർ nth ഓർഡർ ഡിവൈഡഡ് ഡിഫറൻസ് എന്ന് പറയുന്നത് എഫ് എൻ പ്ലസ് വൺ പോയിന്റ്സ് ഉണ്ടാവും, എക്സ് നോട്ട് മുതൽ എക്സ് എൻ വരെയുള്ള പോയിന്റ്സ്. എന്നിട്ട് ഇതിന്റെ തൊട്ട് മുമ്പത്തെ ഡിഫറൻസ് എടുക്കുക, അതായത് നമ്മൾ എൻ മൈനസ് വൺത്തെ ഡിവൈഡഡ് ഡിഫറൻസസ് ആണ് ഈ എഫ് എക്സ് വൺ എക്സ് ടു എക്സെട്ര എക്സ് എൻ എന്ന് പറയുന്നത്. എൻ മൈനസ് വൺത്തെ ഡിവൈഡഡ് ഡിഫറൻസ് ആണ് ഓഫ് ദി ലാസ്റ്റ് എൻ പോയിന്റ്സ് അല്ലെ. ഫസ്റ്റ് പോയിന്റ് അവിടെ വെച്ചിട്ട് ബാക്കിയുള്ള പോയിന്റ്സിന്റെ ഡിവൈഡഡ് ഡിഫറൻസ് എടുക്കുക, മൈനസ് ടേക്ക് ദി ഡിവൈഡഡ് ഡിഫറൻസ് ഓഫ് എഫ് എക്സ് നോട്ട് എക്സ് വൺ എക്സ് ടു എക്സെട്ര എക്സ് എൻ മൈനസ് വൺ, ഇതിന് തൊട്ട് മുമ്പ് വരെയുള്ള ആ പോയിന്റ്സിന്റെ ഡിവൈഡഡ് ഡിഫറൻസ് എടുക്കുക, ഡിവൈഡഡ് ബൈ ദ ഗ്യാപ്പ് ബിറ്റ്വീൻ ദീസ് ഇൻപുട്ട് പോയിന്റ്സ് എക്സ് എൻ മൈനസ് എക്സ് നോട്ട്. ഇതാണ് ഇവിടെ നമ്മൾ പറയുന്ന ഈ ക്വാണ്ടിറ്റീസ്, ഈ എഴുതിയിരിക്കുന്ന ഡിവൈഡഡ് ഡിഫറൻസസ്. ഓക്കെ, അപ്പൊ ഇതൊക്കെ ഇങ്ങനെ കുറച്ച് കൂടുതൽ ടേംസ് ഉണ്ടെങ്കിലും ഇതിന്റെ കാൽക്കുലേഷൻ വളരെ സിമ്പിൾ ആണ്. നമുക്കതൊരു ടേബിൾ ആയിട്ട് എപ്പോഴും എഴുതാൻ പറ്റും. That's called a divided difference table. So this table will give informations about the divided differences. അപ്പോൾ ഇവിടെ ഞാൻ എക്സ് ഐന്റെ വാല്യൂസ് എഴുതിയിട്ടുണ്ട്. എക്സ് നോട്ട് എക്സ് വൺ എക്സ് ടു എക്സ് ത്രീ എന്ന് പറയുന്ന 4 വാല്യൂസ് ആണ് എടുക്കുന്നത്. ആൻഡ് എഫ് ഓഫ് എക്സ് ഐയുടെ വാല്യൂസ്, അതായത് സ്മോൾ എഫ് ഐയുടെ വാല്യൂസ് ആണ് എഴുതിയിരിക്കുന്നത്. ദിസ് ഇസ് സ്മോൾ എഫ് നോട്ട്, എഫ് വൺ, എഫ് ടു ആൻഡ് എഫ് ത്രീ. ഫസ്റ്റ് ഓർഡർ ഡിവൈഡഡ് ഡിഫറൻസ് കിട്ടണമെങ്കിൽ എഫ് എക്സ് നോട്ട് എക്സ് വൺ എന്ന് പറയുന്നത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എഫ് എക്സ് നോട്ട് എക്സ് വൺ is defined as f1 അല്ലെങ്കിൽ f of x1 minus f of x naught divided by x1 minus x naught ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ this is equal to ഇതിന്റെ തമ്മിൽ ഡിഫറൻസ് എടുക്കുക, f1 minus f naught divided by the difference between these two. ഇത് തമ്മിൽ ഡിഫറൻസ് എടുക്കുക, അതാണ് ഈ ക്വാണ്ടിറ്റി. So this quantity is obtained by taking the difference of these two divided by the difference of these two. Now എഫ് എക്സ് വൺ എക്സ് ടു എന്ന് പറയുമ്പോഴോ, അപ്പൊ നമ്മൾ ഈ രണ്ട് പോയിന്റ്സ് എഫ് എക്സ് ടു മൈനസ് എഫ് എക്സ് വൺ എടുക്കുക, ഡിവൈഡഡ് ബൈ എക്സ് ടു മൈനസ് എക്സ് വൺ എടുക്കുക. അപ്പം ഇത് ഇങ്ങനെയാണ്, ഇതിൽ നിന്നാണ് വരുന്നത്. ദിസ് ഡിവൈഡഡ് ബൈ ദ കറസ്പോണ്ടിങ് ഡിഫറൻസ് ഓഫ് ദിസ് ഇൻപുട്ട് വാല്യൂസ്. സിമിലർലി എഫ് എക്സ് ടു എക്സ് ത്രീ is എഫ് എക്സ് ത്രീ മൈനസ് എഫ് എക്സ് ടു, so it comes from these two divided by x3 minus x2. Okay. Now going to the second order divided differences. The second order divided difference എടുക്കുമ്പോൾ fx naught x1 x2 എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെന്ന് പറയുന്നത് fx1 x2, അതായത് ഈ ക്വാണ്ടിറ്റിയുടെയും മൈനസ് fx naught x1 ഈ ക്വാണ്ടിറ്റിയുടെയും ഡിഫറൻസ് എടുക്കുക. സോ ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുക, ഡിവൈഡഡ് ബൈ x2 മൈനസ് x naught ചെയ്യണം. x2 മൈനസ് x naught ചെയ്താൽ ഈ ക്വാണ്ടിറ്റി കിട്ടും. ഈ രണ്ട് ഒരു 1 ഗ്യാപ്പ് ഇട്ടിട്ടുള്ള വാല്യൂസിന്റെ ഡിഫറൻസ് എടുക്കുക, അതാണ് ഡിനോമിനേറ്ററിൽ വരേണ്ടത്.
അതുപോലെ fx1 x2 x3 എന്ന് പറയുന്നത് fx2 x3 മൈനസ് fx1 x2 ഡിവൈഡഡ് ബൈ x3 മൈനസ് x1 ആണ് ഈ ക്വാണ്ടിറ്റീസ് നമ്മുടെ ഡിഫറൻസ്. അപ്പോൾ അങ്ങനെയാണ് ഇത് വരുന്നത്. Now you have one more column, third order difference. fx0 x1 x2 x3 എന്ന് പറയുമ്പോൾ fx1 x2 x3 എന്ന് fx0 x1 x2 മൈനസ് ചെയ്യുക, അതായത് ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്യുക, ഡിവൈഡഡ് ബൈ the difference between x3 and x0. ഈ x3യും x0 തമ്മിലുള്ള ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്തു. Okay. So that's how we construct this table. Now you see this table in which I calculated the divided differences. So this is x0, x0, x1, x2, x3, and this is f1, f0, f1, f2, f3. Now this is obtained by taking the difference of these two, 2.17225 minus e value 2.079442 എടുക്കുക, ഡിവൈഡഡ് ബൈ this 9 minus 8 1 ആണ് വരുന്നത്. അപ്പോൾ സബ്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 5 minus 2 3 എന്ന് കിട്ടും, 12 minus 4 8 എന്ന് കിട്ടും, ഈ വാല്യൂ കിട്ടും. അതേപോലെ ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്യും. ദിസ് ഇസ് ആക്ച്വലി ഒബ്റ്റെയിൻഡ് ബൈ ദിസ്, ഈ രണ്ടെണ്ണത്തിന്റെ ഡിഫറൻസ് എടുക്കുക, ഡിവൈഡഡ് ബൈ ഇതിന്റെ തമ്മിലുള്ള ഡിഫറൻസ് 0.5 ആണ്, അതുകൊണ്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. ഇത് കിട്ടുന്നത് ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുക, ഡിവൈഡഡ് ബൈ 11 മൈനസ് 9.5. ഈ കോളത്തിൽ നമ്മൾക്ക് ഈ വാല്യൂ കിട്ടുന്നത് ഇത് തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുക. ടേക്ക് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് ടു, ദാറ്റ് ഈസ് 0.108134നെ 0.117783 കൊണ്ട് മൈനസ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് ഡിവൈഡഡ് ബൈ 9.5 മൈനസ് 8, ഇത് തമ്മിലുള്ള ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അഗെയിൻ 1.5 കിട്ടും. അപ്പോൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ക്വാണ്ടിറ്റിയാണ് ഇത്. സിമിലർലി യു ക്യാൻ കാൽക്കുലേറ്റ് ദിസ് യൂസിങ് ദ ഡിഫറൻസ് ഓഫ് ദിസ് വൺ ആൻഡ് ദിസ് വൺ ആൻഡ് ദിസ് വൺ. Okay, now this quantity is obtained by taking the difference of these two divided by this one and this, the difference between this one and 8. Okay, so that's how we calculate this. You can simply calculate it with the help of a calculator. So this is how the divided difference table is constructed. Now we will see the method. Method means we will use this table in order to find the approximation of f of x using a polynomial. അപ്പോൾ അത് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. Okay. Thank you.